മനുസ്മൃതി എഴുതിയ കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകണം. ഇതാണ് സംഘപരിവാറിന്റെ ആത്യന്തികമായ ലക്ഷ്യം. എല്ലാറ്റിൻ്റെയും തുടക്കം കുഞ്ഞുങ്ങളിൽ നിന്നായിരിക്കണം. സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഒരു ചടങ്ങുണ്ട്. പാദപൂജ എന്നാണത്ര ഈ ചടങ്ങിന്റെ പേര്. കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുക. അങ്ങനെ കുട്ടികളിൽ അടിമത്ത ചിന്താഗതി ഉണ്ടാക്കുക. പതുക്കെ പതുക്കെ ചാതുർവർണ്ണ്യ സമ്പ്രദായം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ കുഞ്ഞു മനസ്സുകളിൽ പരുവപ്പെടുത്തുക. ഇതെല്ലാമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾ. സംഘപരിവാറിന്റെ ചിന്താധാര സമഗ്ര മേഖലകളിലും അടക്കി വാണിരുന്ന ഭൂതകാലം. രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും ബ്രിട്ടീഷുകാരും രാജ്യം ഭരിച്ചിരുന്ന കാലം. അന്ന് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്നത്. അവരുടെ കുട്ടികൾക്ക് മാത്രം വിദ്യാലയങ്ങളിൽ പഠിക്കാം. അക്കാലത്ത് പഞ്ചമി എന്ന കുട്ടിയെയും കൊണ്ട് വിദ്യാലയത്തിലെത്തിയ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു, അയ്യങ്കാളി. നവോത്ഥാന നായകർ നടത്തിയ ധീരമായ പോരാട്ടങ്ങളാണ് കേരളത്തിൽ സാമൂഹ്യ മാറ്റവും രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കിയത്. കേരളം ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം, ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുള്ള സംസ്ഥാനം. കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ നൂറ്റാണ്ടുകൾ പിറകോട്ട് കൊണ്ടുപോകണം, പ്രാകൃത കാലഘട്ടത്തിലേക്ക് മടക്കണം. ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് സംഘപരിവാറാണ്. ചാതുർവർണ്ണ്യത്തിന്റെ തുടക്കം അടിമ മനോഭാവത്തിൽ നിന്നാണ്. ഇവിടെയും തുടക്കം കുഞ്ഞുങ്ങളിൽ നിന്നാണ്. ജലം ഉപയോഗിച്ച് കുട്ടികൾ ഗുരുവിന്റെ പാദം കഴുകുക, അതിനുശേഷം ചന്ദനവും സിന്ദൂരവും തൊടുക. പൂജിക്കാൻ കാല് നീട്ടിക്കൊടുക്കുന്നവരല്ല, മറിച്ച് കുട്ടികളുടെ ഉള്ളു തെളിയിക്കുന്ന സഹപഠിതാക്കളാണ്, കുട്ടികളുടെ കൂട്ടുകാരായി വർത്തിക്കുന്ന അധ്യാപകരാണ് ജനാധിപത്യ യുഗത്തിലെ അധ്യാപകർ. അത്തരം അധ്യാപകരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യമാണ് ഈ ഗുരുപൂജ എന്നാണ് പറയുന്നത്. എവിടെയാണ് ഭാരതത്തിൽ അങ്ങനൊരു പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത്? പണ്ട് എല്ലാവർക്കും പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്ന ശംഭൂകനും ഏകലവ്യനുമൊക്കെ പഠനത്തിന് പുറത്താക്കപ്പെട്ടവരാണ്. ഗുരുക്കന്മാർ പുറന്തള്ളിയവരാണ്. അവരാണോ ഇന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ജനാധിപത്യ യുഗത്തിൽ കുട്ടികളോടൊപ്പം കുട്ടികളുടെ കൂട്ടുകാരായി അവരുടെ ഉള്ളു തെളിയിക്കുന്ന, അവരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നമുക്ക് ആവശ്യമായ തിരിച്ചറിവ് രക്ഷിതാക്കൾക്കാണ് ഉണ്ടാവേണ്ടത്. കാൽ കഴുകിക്കുന്നതിനും കാൽ പിടിപ്പിക്കുന്നതിനും നിലത്തിരുത്തുന്നതിനും പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്, സംഘപരിവാറിന്റെ രാഷ്ട്രീയം. ഹിമാചൽ പ്രദേശിലെ മണ്ഡി നടിയും BJP നേതാവുമായ കങ്കണ റണാവത്താണ് ഇവിടുത്തെ ലോക്സഭാംഗം. ഈ പ്രദേശത്ത് അടുത്തിടെ ഒരു പ്രളയമുണ്ടായി. സഹായം തേടിയെത്തിയ ഒരു 80 വയസ്സുകാരനെ നോക്കുക. അദ്ദേഹം കങ്കണയുടെ മുട്ടിനു സമീപം നിലത്തിരിക്കുന്നു. ദാക്ഷ്യത്തോടെയുള്ള കങ്കണയുടെ മറുപടി ഇങ്ങനെ: മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം എന്തിനാണ് എന്നോട് പറയുന്നത്? ഇന്ന് കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുന്നവർ നാളെ എല്ലാവരെയും ഇതുപോലെ BJP നേതാക്കളുടെ മുന്നിൽ നിലത്തിരുത്തും. Just today morning, I read one news item in the newspaper, and that it was disturbing. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and some people have objected to it.
I don't understand from which culture these people are coming. അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിലും നടക്കില്ല. കുമ്പിടാനല്ല നിവർന്നു നിൽക്കാനാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലാണ് നാം നമ്മുടെ കുട്ടികളെ ചേർക്കേണ്ടത്. അധ്യാപകരുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കാല് കഴുകാനല്ല, കുനിഞ്ഞിരിക്കാനല്ല, തുനിഞ്ഞിറങ്ങാനാണ് പുതിയ കാലത്തെ കുട്ടികൾ ശീലിക്കേണ്ടത്. 2017 യു പിയിൽ ആദിത്യനാഥ് നേതൃത്വം നൽകുന്ന BJP സർക്കാർ അധികാരത്തിൽ വന്നത്. പിന്നാലെ യു പിയിൽ സാമുദായിക സംഘർഷങ്ങളുടെ എണ്ണം കുതിച്ചുയർന്നു. ഒപ്പം മറ്റൊന്നുകൂടി ഉയർന്നു, അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളുടെ എണ്ണം. പോയ വാരത്തിൽ യു പിയിൽ അടച്ചുപൂട്ടിയത് 5000 സർക്കാർ സ്കൂളുകൾ. കയ്യിൽ പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി. പാവപ്പെട്ടവരുടെ ജീവിതം തെരുവുകളിൽ ഇതുപോലെയാകട്ടെ. യു പിയിലെ തെരുവ് ദൃശ്യങ്ങൾ. കേരളത്തെ യു പി ആക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന്റെ തുടക്കം ഇങ്ങനെയെല്ലാമാണ്. കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ആചാരം. പിന്നാലെ മറ്റു കുറെ ആചാരങ്ങളുണ്ട്. ഒന്നിനു പിന്നാലെ ഒന്നായി ഇതെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ട. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധതയാണ്. ഒപ്പം താഴെത്തട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ തരംതാണ വിവേചനങ്ങൾക്ക് ഇരയാകുന്നു. കേരളത്തിലെ വിദ്യാലയങ്ങളോ കേരളത്തിലെ കുട്ടികളോ ഇങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ കുട്ടികളെയും യു പിയിലെ കുട്ടികളെ പോലെയാക്കണം. ഈ ലക്ഷ്യത്തോടെയുള്ള സംഘപരിവാർ അജണ്ടയുടെ തുടക്കം ഇവിടെ നിന്നാണ്. എല്ലാം അറിയുന്നവരാണ് അധ്യാപകർ, ഒന്നും അറിയാത്തവരാണ് കുട്ടികൾ എന്ന സങ്കല്പം തന്നെ പഴതാണ്. കുട്ടികൾക്ക് മുതിർന്നവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നറിയാം. അവരാവട്ടെ ഇന്ന് പ്രത്യേകിച്ച് ഈ ജൻ ആൽഫ എന്ന് പറയുന്ന കുട്ടികളാവട്ടെ അവർ പിറന്നു വീണത് തന്നെ ഒരു പുതിയ യുഗത്തിലേക്കാണ്, സൈബർ യുഗത്തിലേക്കാണ്. പുതിയ ടെക്നോളജി അവരുടെയാണ്. അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കെല്ലാം അറിയാമെന്നും കുട്ടികൾക്കൊന്നും അറിയില്ല എന്നുള്ള തെറ്റായ ധാരണ തന്നെ വെച്ച് പുറന്ന അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാദാനത്തിൻ്റെ കാലമല്ല ഇത്. കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് പഠിക്കുന്ന, കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു പുതിയ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കാലമാണിത് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം.